വെൽക്കം ടു ഗ്രേഡിയൻറ്റ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ഈ കാണുന്ന പോലത്തെ PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്, സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡും. അത് നിങ്ങൾക്കറിയാം. അതിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലേ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനോടകം പഠിച്ചു. അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളിൽ ബ്രാഞ്ച് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ ബ്രാഞ്ചുകൾക്ക് നെയിം കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിൽ എന്താ പറഞ്ഞത്? ബ്രാഞ്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്പറിങ് കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ബ്രാഞ്ചിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരണം. ആ രീതിയിൽ വേണം നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ടോ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, നമ്മളതിൽ ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താണ് ബ്രാഞ്ചുകളെ കൂടെ കൂട്ടിയിട്ടാകാം, അല്ലാതെയാകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലോങ്ങസ്റ്റ് ബ്രാഞ്ചിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന ബ്രാഞ്ചിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം വന്നിരിക്കുന്ന ബ്രാഞ്ചിലുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. വീണ്ടും പറയുന്നത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റിവിഷനിലൂടെ മാത്രമേ നമുക്ക് ഒരു കാര്യം നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു 2 ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു പോവേ ഉള്ളൂ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ വന്ന് ചേരുന്ന ആളെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് മീഥൈലാകാം, ഈഥൈലാകാം, പ്രൊപ്പൈലാകാം. എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു സാധാരണ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറുകയാണ്, അല്ലേ. ഇപ്പോൾ നോർമലി ഒരു CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറുമ്പോൾ എന്തുണ്ടാവും? CH3 ഉണ്ടാവും, പ്ലസ് ഒരു ബോണ്ട് ഉണ്ടാവും. ഈ ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രാഞ്ചായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതിൽ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ എന്നുള്ള പേരുകൾ വരും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന് പേര് കൊടുക്കുന്നത്? ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കണം, അല്ലെ. ഏത് ബ്രാഞ്ചിൽ ഏത് പൊസിഷനിലാണ് വന്നിട്ട് അറ്റാച്ച്മെൻറ്റ് നടന്നിട്ടുള്ള പൊസിഷൻ നമ്പർ കൊടുക്കണം. അതിനുശേഷം ഏത് ആൽക്കിൽ ഗ്രൂപ്പാണെന്നുള്ളത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നോർമലി പറയുന്ന വേർഡ് റൂട്ടും സഫിക്സും, അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിമിങ് പഠിച്ചത്. ഈ എക്സാമ്പിളുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ടിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നിൻ്റെ നെയിമിങ് വ്യക്തമായിട്ട് പഠിച്ചതാണ്. അതിനുശേഷം രണ്ടാമത്തെ ക്ലാസ് പഠിച്ചത് എന്താണ്? ഒന്നിലധികം ബ്രാഞ്ചുകൾ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഒന്നിലധികം ബ്രാഞ്ച് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പറയുന്ന ബ്രാഞ്ചുകൾക്ക് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പറും കൊടുക്കുക. അതിന് മാറ്റമൊന്നുമില്ല. അതുപോലെ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. അതിലും മാറ്റമൊന്നുമില്ല. പിന്നെ ഉള്ള മാറ്റം വരുന്ന എവിടെയാണ്? ഈ പറയുന്ന നമ്പറുകളിൽ ഈ പറയുന്ന ചെയിനുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഞ്ചുകൾക്ക് എപ്പോഴും ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ പറയുന്ന നമ്പറും കൊടുക്കുക, എന്നിട്ട് പേര് കൊടുക്കുക. ഒന്നിലധികം തവണ വരുമ്പോൾ നമ്മൾ ഡൈ, ട്രൈ എന്ന് പറയുന്ന ഓരോ ഷോർട്ട് ഫോംസ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെയിമിങ് ചെയ്യുന്നു. അങ്ങനെ ഇതിനകത്തുള്ള എക്സാമ്പിളുകളും, അല്ലെ, സ്ട്രക്ചർ എന്നിട്ട് നെയിം എഴുതാനും നെയിം എന്നിട്ട് സ്ട്രക്ചർ എഴുതാനും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാച്ചുറേറ്റഡ് മാറിയിട്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളുടെ നോമൻക്ലേച്ചർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. 2 ഹൈഡ്രോ കാർബണുകൾ ഞാനിവിടെ കാണിക്കാം. ഓക്കെ, ഒന്നതായി പറയുന്ന CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 CH3. അതുപോലെ തന്നെ വേറൊരെണ്ണം CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH3. ഇവർ രണ്ടുപേരുടെയും പേര് കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ച രീതി അനുസരിച്ചാണെങ്കിൽ ഡബിൾ ബോണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവർ അൺസാച്ചുറേറ്റഡ് ആണെന്ന്. നമ്മൾ എന്ത് പേര് കൊടുക്കും? എണ്ണം എടുക്കും, അല്ലേ. 1 2 3 4. ഇവിടെ 1 2 3 4. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, അല്ലേ. പിന്നെ എന്താണ്? ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ANE ENE YNE ഏത് കൊടുക്കും? ENE, ബ്യൂട്ടീൻ എന്ന് വിളിക്കും. പക്ഷേ രണ്ടും ബ്യൂട്ടീനാന്ന് പറഞ്ഞാൽ ബ്യൂട്ടീനാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? ഈ പറയുന്ന ബോണ്ടിൻ്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്, അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നെയിമിംഗ് പഠിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം പഠിച്ച പോലെ തന്നെയാണ് നെയിമിംഗ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ പറഞ്ഞേക്കുന്ന ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന ട്രിപ്പിൾ ബോണ്ട് ആയിക്കോട്ടെ, അത് എവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സ്പെസിഫൈ ചെയ്യണം. സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇലാബറേറ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി ഒരു ഹൈഡ്രോ കാർബൺ നെയിം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വേർഡ് റൂട്ട് പ്ലസ് എന്താണ്? സഫിക്സ്. ഇതാണ് നമ്മുടെ നോർമൽ രീതി എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. വേർഡ് റൂട്ട്, പക്ഷേ എന്ത് ചെയ്യണം? ഒരു ഹൈഫൺ കൊടുത്തിട്ട് ആ പറയുന്ന സഫിക്സ് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ഈ പറയുന്ന ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വന്നിട്ടുള്ള
പൊസിഷൻ നമ്പർ കൂടെ ഒന്ന് കൊടുത്ത് പറയണം. എന്താണ്, വേർഡ് റൂട്ടിന് ശേഷം സഫിക്സ് വരുന്നതിന് മുന്നേ പൊസിഷൻ നമ്പർ കൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നമുക്ക് ഈ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു എക്സാമ്പിളിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കി 1 2 3 4. ഇവിടെ തിരിച്ചു വേണമെങ്കിൽ എഴുതി നോക്കാം 1 2 3 4. രണ്ട് രീതി എഴുതുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ രീതിയാണ്. കാരണം ഇവിടെയാണ് ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നത്, ഡബിൾ ബോണ്ടിന് ഏറ്റവും ഷോർട്ടസ്റ്റ് വരുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ലോജിക്ക് തന്നെ ഇവിടുത്തെ കേസ് നോക്കിയേ. 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4. രണ്ട് രീതി എഴുതിയാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ രീതി ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്നിട്ട് എന്ത് എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ നെയിം എഴുതാൻ പോവുകയാണ്. ഒന്നുമില്ല, വേർഡ് റൂട്ട് എന്താണ്, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർഡ് എന്ത് എഴുതിയും, ബ്യൂട്ട് എന്ന് എടുക്കും. എന്നിട്ട് ഹൈഫൺ കൊടുത്തിട്ട് ഈ ഡബിൾ ബോണ്ട് എവിടെയായിരിക്കുന്നത്, ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കളറേറ്റിൽ ചേർന്നിരിക്കുന്ന ആദ്യം. അപ്പോൾ ബ്യൂട്ട് 1 എന്തെന്ന് കൊടുക്കും, ഈൻ എന്ന് കൊടുക്കും. എന്തെന്ന് കൊടുക്കും, ബ്യൂട്ട് 1 ഈൻ. രണ്ടാമത്തെ ആൾ നോക്കിയേ, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, എണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, ബ്യൂട്ട് എന്ന് കൊടുക്കും. എന്നിട്ട് നോക്കും ഡബിൾ ബോണ്ട് എവിടെയായിരിക്കുന്നത്, 1 2 രണ്ടാമത്തെ ആളിലായിരിക്കുന്നത്. അപ്പോൾ ആ പൊസിഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ട് ഈൻ എന്ന് കൊടുക്കും. അപ്പോൾ ഒന്നാമത്തത് ബ്യൂട്ട് 1 ഈനും രണ്ടാമത്തത് ബ്യൂട്ട് 2 ഈനും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ പറയുന്ന പൊസിഷൻ വെച്ച് അവരുടെ സ്ട്രക്ചർ കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ നെയിമിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രാഞ്ചുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതുപോലെ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ ബോണ്ടിനാണ്. അതായത് ഡബിൾ ബോണ്ട് എവിടെയാണോ, അല്ല ഇനിയിപ്പോൾ ആൽക്കൈൻ പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് എവിടെയാണോ, ആ ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആ ബോണ്ടിന് ഏറ്റവും ഷോർട്ടസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അടുത്ത നെയിമിങ്ങിൻ്റെ ഫോർമുലയിൽ വ്യത്യാസമൊന്നുമില്ല. അതിങ്ങനെ കാണാതെ ഒന്നും പഠിക്കരുത്. നമ്മൾ പഠിക്കേണ്ടതാണ് വേർഡ് റൂട്ടിന് ശേഷം ബോണ്ട് എവിടെയെന്ന് വന്നാലല്ലേ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹൈഫൺ കൊടുത്തിട്ട് ആ ബോണ്ട് എവിടെയെന്നുള്ള പൊസിഷൻ നമ്പർ കൂടി കാണിച്ചിട്ട് സഫിക്സ് അങ്ങോട്ട് എഴുതി വയ്ക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് പെട്ടെന്ന് കേൾക്കും ഡൗട്ട് വന്നെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കിടക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ഇവൻ്റെ പേര് കൊടുക്കലാണ് നമ്മുടെ ചടങ്ങ്. നമ്മൾ 1 2 3 4 നമ്പർ കൊടുക്കുന്നു, അല്ലെങ്കിൽ 1 2 3 4 ഇത് നമ്പർ കൊടുക്കുന്നു. തൊട്ട് മുമ്പ് അൺസാച്ചുറേറ്റഡ് നല്ല സാച്ചുറേറ്റഡ് നമ്മൾ എന്താ പഠിച്ചത്, ബോണ്ട് ഈ പറയുന്ന ബ്രാഞ്ചിന് ഷോർട്ടസ്റ്റ് നമ്പർ വരണം. ഇവിടെ ബ്രാഞ്ചിന് പകരം ഡബിൾ ബോണ്ട് എന്ന് ആലോചിച്ചാൽ മതി. ഈ ബോണ്ടിന് ഷോർട്ടസ്റ്റ് നമ്പർ വരണം. അതെപ്പോഴാണ്, ഈ ആദ്യത്തെ രീതിയിലാണ് ബോണ്ടിന് ഷോർട്ടസ്റ്റ് നമ്പർ വരുന്നത്. അപ്പോൾ നമ്മളത് തന്നെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. സ്റ്റെപ്പ് എന്താണ്, ആദ്യം വേർഡ് റൂട്ട് എഴുതണം. ആദ്യം എന്ത് ചെയ്യണം, വേർഡ് റൂട്ട് എഴുതണം. കാരണം ഇവിടെ നമുക്ക് പുതിയ ബ്രാഞ്ച് ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും വന്ന് ചേർന്നിട്ടില്ലല്ലോ. അപ്പോൾ വേർഡ് റൂട്ട് തന്നെയാണ്, കഴിഞ്ഞ വർഷം പഠിച്ച ഇത് തന്നെയാണ്. വ്യത്യാസം എത്രയാണ്, ഒരു ഹൈഫൺ കൊടുത്തിട്ട് പൊസിഷൻ നമ്പറും കൂടെ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന ENE എന്നോ YNE എന്നോ ഒന്ന് സഫിക്സ് കൊടുക്കാനായിട്ട്. ഇവിടെ വേർഡ് റൂട്ട് അറിയാനായിട്ട് നമ്മൾ എണ്ണം കൊടുത്തു 4 എണ്ണം. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് വര കൊടുത്തു. ഒന്നാമത്തെ പൊസിഷനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ട് 1 പൊസിഷൻ കൊടുത്തു. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ENE എന്ന് കൊടുത്തു. സോ പേര് ബ്യൂട്ട് 1 ഈൻ. ഇതാ കിടക്കുന്നു ബ്യൂട്ട് 1. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഈ നമ്പറിങ് ഏത് നമ്പറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, 1 2 3 4 1 2 3 4. 4 എണ്ണം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാലും വരുന്നത് എപ്പോഴും എന്തിനാണ്, രണ്ടാമത്തേലായതുകൊണ്ട് തന്നെ അതിനോട് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോഴും നമ്മൾ എന്താണ് എടുത്തു, വേർഡ് റൂട്ട് എടുത്തു. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് വര കൊടുത്തു. രണ്ടാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ 2 എന്ന് കൊടുത്തു. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് കൊടുത്തു, ENE എന്ന് കൊടുത്തു. ENE എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബ്യൂട്ട് 2 ഈൻ എന്ന് കിട്ടി. എന്താ കിട്ടി, ബ്യൂട്ട് 2 EN എന്ന് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഇനി മൂന്നാമത്തേനോട്ട് വരാം. മൂന്നാമത്തെ വരുമ്പോഴെന്താണ്, 1 2 3 4 5 1 2 3 4 5 നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൊടുത്തു അല്ലേ. 1 2 3 4 5 1 2 3 4 5 നോക്കിയപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും മൂന്നാമത്തതിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടുന്ന് നോക്കുമ്പോൾ രണ്ടാമത്തേലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള നമ്പറിംഗ് സിസ്റ്റം ഫോളോ ചെയ്യാം. താഴെയുള്ള നമ്പറിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എണ്ണം എടുക്കുന്നു 5 എണ്ണം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ട വേർഡ് റൂട്ട് എന്താണ്, പെൻഡ്. ഒരു വര, പെൻഡിൽ രണ്ടാമത്തെ ആളിലാണ് ഡബിൾ ബോണ്ട്. സോ 2 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. സോ പേരെന്താണ്, പെൻഡ് 2 ഈൻ. ഇതാണ് പെൻഡ് 2 ഈൻ. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യത്തിലും നമുക്ക് മാറ്റമൊന്നുമില്ല. 1 2 3 4 1 2 3 4. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം. 1 2 3 4 ഇപ്പുറത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞാലും എന്താണ്, 1 2 3 4. നമുക്ക് ആദ്യത്തെ രീതി തന്നെ സെലക്ട് ചെയ്യാം. കാരണം എന്താണ്, ഇവിടെയാണ് സിമ്പിൾ ഏറ്റവും ലോവസ്റ്റ് നമ്പർ വന്നേക്കുന്നത്. സോ ഈ നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. സോ എന്തെന്ന് എടുക്കുക,
ബ്യൂട്ട് എന്ന വേർഡ് റൂട്ട് എഴുതി, ഹൈഫൺ കൊടുത്തു. ഒന്നാമത്തെ ആളിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നേക്കുന്നത്, സോ ഒന്നൊന്ന് കൊടുത്തു. അടുത്ത് എന്ത് കൊടുക്കും? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് കൊടുക്കും? നമ്മൾ YNE കൊടുക്കും. എന്ത് കൊടുക്കും? YN അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം തൊട്ട് പഠിക്കുന്നത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. അപ്പോൾ ബ്യൂട്ട് 1 YNE എന്ന് വരും. ഇതാണ് പേര്, കണ്ടോ? ബ്യൂട്ട് 1 ഈ രീതിക്ക് നെയിമിങ് ചെയ്താൽ നമുക്ക് അൺസാച്ചുറേറ്റഡ് കാര്യം സിമ്പിൾ. അടുത്ത് പേര് തന്നിട്ട് എഴുതാൻ ചോദിച്ചേക്കുകയാണ്. ബ്യൂട്ട് 2 YNE വരയ്ക്കാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്. അപ്പോൾ എത്ര? 1 2 3 4. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് 4 എണ്ണം. ബ്യൂട്ടിൽ 2ൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുകയാണ്. ബ്യൂട്ട് 2ൽ എന്ത് വന്നിരിക്കുകയാണ്? ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ, കണ്ടോ? ഇതാ CH3 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH3. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്രിപ്പിൾ ബോണ്ട് അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ പരിപാടി തീർന്നു. അടുത്ത് CH3 CH2 പേര് എഴുതാൻ ചോദിച്ചേക്കുകയാണ്. അപ്പോൾ CH3 ഇത് എന്താണ്? ബോണ്ട് മാറി ശ്രദ്ധിക്കണം. നമ്പറിങ് കൊടുക്കാം നമുക്ക്. നമ്പറിങ് കൊടുത്തു, 1 2 3 എന്ന് കൊടുത്തു. ഇവിടുന്ന് 1 2 3 എന്ന് കൊടുത്തു. താഴത്തെ നമ്പറിങ് ആണ് നമുക്ക് നല്ലത്, കാരണം താഴത്തെ നമ്പറിങ് വരുമ്പോൾ ഒന്നാമത്തെ ആൾ ഡബിൾ ബോണ്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ മെത്ത് പ്രൊപ്പ് എന്ന പേര് കൊടുത്തു. PROP പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ഒന്നാമത്തെ ആളിലാണുള്ളത്, സോ ഡബിൾ ബോണ്ട് ആണ്. അപ്പോൾ എന്താണ്? ENE. സോ പ്രൊപ്പ് 1 ENE, പ്രൊപ്പ് 1 ENE. അടുത്ത് ലാസ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ CH3 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 1 2 3 4 5. സോ വേർഡ് റൂട്ടിന് മാറ്റമൊന്നുമില്ല. പെൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് എന്താണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതണ്ട, കാരണം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം രണ്ടാമത്തെ ആളാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത് അല്ലേ? രണ്ടാമത്തെ ആളാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പൊസിഷൻ നമ്പർ 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? YNE. അപ്പോൾ കണ്ടോ? പെൻഡ് 2 YNE. ഇതുപോലെ ലാസ്റ്റത്തെ ആൾ ഹെപ്റ്റ് 3 YNE വരയ്ക്കാൻ ചോദിച്ചേക്കാണ്. ഹെപ്റ്റ് എന്ന് വെച്ചാൽ 7 അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7. ഹെപ്റ്റിൽ 3 1 2 3 3ൽ എന്താണ്? YNE ആയ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതാ സാധനം കിട്ടി. ഓക്കെ അല്ലേ? ഇത്രയാണ് സാധനം. ഇതാ നോക്കിയോ, CH3 കണ്ടോ? സിംഗിൾ ബോണ്ട് CH2, അടുത്ത കാർബൺ കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ബോണ്ട്, അത് കഴിഞ്ഞിട്ട് CH2 CH3. ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഏതിൻ്റെ നമ്പറും എഴുതാം. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ എന്താണ്? അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ അതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? അവിടെ ഉള്ള ബോണ്ടിനാണ്. കാരണം അവിടെ ബ്രാഞ്ച് വന്ന കേസ് നമ്മൾ ഇതുവരെ പഠിച്ചില്ല. ബോണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ നോർമലി എഴുതേണ്ട രീതി വേർഡ് റൂട്ട് പ്ലസ് എന്താണ്? സഫിക്സ് എന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ബോണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന വേർഡ് റൂട്ട് എഴുതിയതിന് ശേഷം വേർഡ് റൂട്ട് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ ബോണ്ടിൻ്റെ പൊസിഷൻ നമ്പർ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? സഫിക്സ് എഴുതാൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ആദ്യത്തെ 2 ക്ലാസ് മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ എക്സസൈസും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഞാൻ നോട്ടിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെയുള്ള ഫുൾ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ള കാര്യമാണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് പഠിക്കാം. കാരണം ഓരോ ചെറിയ ടോപ്പിക്ക് ചെറിയ ക്ലാസ് ആ രീതിക്ക് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമുക്ക് ഒരു 2-3 ക്ലാസ് കൂടെ കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.